Welcome to Isha's Kitchen. വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഉണ്ടാക്കുന്നത് ചേമ്പും താളും കപ്പയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമുക്ക് കപ്പ ഒന്ന് കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള കപ്പയാണ്. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി കുറച്ചും കൂടി ഐസ് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വെക്കാം. ഐസ് പോയി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള കപ്പ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ചേമ്പും താളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി ഫുള്ളായിട്ട് അങ്ങനെ കളയണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളഞ്ഞാൽ മതി. കപ്പനേക്കാളും കുറച്ചധികം ചേമ്പും താൾ എടുക്കുക കേട്ടോ. ചേമ്പും താൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ചധികം എടുക്കാം. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് കുറച്ചധികം തൊലി കളഞ്ഞതിന് ശേഷം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്നിച്ച് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് കപ്പയും ചേമ്പും തണ്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ അടുത്തുള്ള കപ്പ നല്ല പെട്ടെന്ന് തന്നെ വേവണതുമാണ്. അങ്ങനെ ഒരു കട്ടിപ്പൊന്നും ഇല്ലാത്തതാണ്. അങ്ങനെ കട്ടിപ്പുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേവിച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ചേമ്പും തണ്ട് ഇട്ടിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചേമ്പും തണ്ടും എല്ലാം മുറിച്ച് റെഡി ആയിട്ടുണ്ട്. കപ്പയും പിന്നെ കുറച്ച് ചീനമുളകും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പും, ഇത്ര മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു കുക്കറിലേക്ക് ആദ്യം നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ചേമ്പും തണ്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചീനമുളക് ഒന്ന് ചതച്ചെടുക്കാം. അതും കൂടി അതിൽ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ള് നമുക്ക് അടിയിലുള്ള കപ്പയൊന്നും മേലേക്ക് അങ്ങനെ ഇളക്കി എടുക്കണമെന്നൊന്നുമില്ല. മേലത്തെ ആ ഉപ്പും ആ ചീനമുളകൊക്കെ ഒന്ന് ഇളകുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചേമ്പും തണ്ട് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ ചുങ്ങി താഴേക്ക് പോയിക്കോളും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ തന്നെ നന്നായി ഇളക്കണമെന്നൊന്നുമില്ല. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കുക്കറിൽ വേവിക്കണമെന്നില്ല കേട്ടോ. ചേമ്പും തണ്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് 2 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് സമയമായി. നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കി വെക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണക്കമുളകും കടുകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കാം. ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇത് നമുക്ക് കുറച്ച് കട്ടിയിലൊരു ഉപ്പേരിയായിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൂസാക്കിയതിന് ശേഷം നമുക്കൊരു കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് കാപ്പീൻ്റെ കൂടെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. മീൻകറി കൂട്ടിയിട്ടും അതുപോലെ ചീനമുളകിൻ്റെ ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പ ചേമ്പും താൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.